നിന്നെ അമ്മയാക്കുന്നത് അതാണ്. നീ ദൈവത്തിൻ്റെ അമ്മയാണ്. മാതാവിൻ്റെ ജോലിയാണ് നീ ഭൂമി ചെയ്യേണ്ടത്. ക്രിസ്തുവിനെ നിൻ്റെ മക്കളിൽ വളർത്തിയെടുക്കുക എന്നുള്ള ജോലി, അത് വലിയൊരു ജോലിയാണ്. അത് ചെയ്താൽ പിന്നെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കർത്താവിൻ്റെ തിരുസേന നിനക്ക് നിലനിൽപ്പ് കിട്ടും. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. എൻ്റെ മക്കളുടെ എല്ലാം ഇനി കുറേ ആവശ്യങ്ങൾ വരുന്നുണ്ട്, കുറേ ഉത്തരവാദിത്തങ്ങൾ വരുന്നുണ്ട്. ചില ദിവസങ്ങൾ ഓർത്ത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നോർത്ത് നീ വിഷമിക്കുന്നുണ്ടാകാം. നിന്നെ ഇപ്പം കർത്താവ് തണുപ്പ് പോലെ ആശീർവദിക്കും. ഞാൻ മാതാവ് എൻ്റെ നാക്കിൽ കയ്യെ പിടിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തോന്നിയിരിക്കുന്നത് ഭയങ്കരമായ സുഖമായ തണുപ്പാണ്. അതുപോലെ ദൈവം നിന്നെ തണുപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഏതെങ്കിലും വിഷയത്തെ ഓർത്തോ, ഏതെങ്കിലും വ്യക്തികളെ ഓർത്തോ, നീ ഏതെങ്കിലും സംഭവത്തെ ഓർത്തോ, അല്ലെങ്കിൽ നിൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു കയ്യബദ്ധം ഓർത്തോ, അത് മറ്റുള്ളവർ അറിഞ്ഞു പോയിട്ടുണ്ടല്ലോ, അത് കേസാകുമല്ലോ, അല്ലെങ്കിൽ നിന്നെ ആക്ഷേപിക്കുന്ന ഓർത്തോ നീ എന്തെങ്കിലും തരത്തിൽ വിറങ്ങലിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിലെ ഇപ്പം നിന്നെ ആശീർവദിക്കണം. അമ്മയുടെ മധ്യസ്ഥ ഈശോ നിന്നെ ആസ്വദിക്കും. നിന്നെ ഒന്ന് ചുക്കും ചെയ്യത്തിലാരും. നിന്നെ അനുഗ്രഹിച്ചിരിക്കും. നീ അതിജീവിക്കും. നീ ദൈവത്തിനെ കൊണ്ട് ജീവിക്കും. നീ ദൈവത്തിൻ്റെ സാക്ഷിയായിരിക്കുമെന്ന് നീ സ്വന്തമായിട്ട് പറയുക. അപ്പോൾ കർത്താവ് നിന്നെ കേസിൽ കുടിക്കുവരുണ്ട്. അവരുടെ മുമ്പിൽ കൂടി നീ അഭിമാനത്തോടെ കൂടി നീ ദൈവത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച, ഒരു കാലമുണ്ടാകും. ആ ദൈവസ്ഥത്തിൽ നമ്മൾ നോക്കി പാർക്കുകയാണ്. ദൈവം വസ്തു വിൽക്കാത്തവർ, വസ്തു തട്ടിച്ചെടുക്കുന്നവരുണ്ട്. അതുപോലെ കൈമോശം വന്നിട്ട് ഇന്ന് ആ വസ്തു നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് മോശമായിപ്പോൾ അത് വിറ്റതെന്ന് ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരുന്നവരുണ്ടാകും. നിങ്ങൾ പഴികളൊന്നും ചാരേണ്ട കാര്യമില്ല. ദൈവം നഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് സങ്കടപ്പെടേണ്ട കാര്യമുള്ളൂ. ബാക്കി എന്ത് നഷ്ടപ്പെട്ടാലും എല്ലാം റീഫണ്ടബിളാണ്. എല്ലാം ദൈവത്തിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് മുന്നേറുന്ന വിശുദ്ധമായ ദിവസമാണിത്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കടങ്ങളുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കടങ്ങളുടെ പേരിൽ കേസുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ മക്കളും ഭാര്യ ഭർത്താക്കന്മാരും മാതാക്കന്മാരും തമ്മിൽ സംസാരമില്ലാതെ ചുമ്മാ ഓരോരുത്തർ വന്ന് ഓരോ സമയത്ത് ഉണ്ടച്ചും പോകുന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ അങ്ങനെയുള്ള നരകം പിടിച്ച കുടുംബങ്ങളിലേക്ക് കർത്താവിൻ്റെ പ്രകാശം വീടുന്ന സമയമാണ്. അത് നീ ഇനി പ്രാർത്ഥിക്കേണ്ട. നിൻ്റെ പ്രാർത്ഥനയേക്കാൾ ഉപരി ഈ പ്രാർത്ഥന, ഈ അനുദിന ഡെയിലി ബ്രെഡ് എന്നുള്ള പ്രാർത്ഥന കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെപ്പോൾ അഭിഷിക്തരോട് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് നീ ഏത് ഭവനത്തിൽ ചെന്നാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കണം. ദൈവവേദന ഇന്ന് കർത്താവ് എനിക്കുന്ന പൗരോഹിത്വത്തിൻ്റെ യോഗ്യതയാൽ ഞാൻ നിൻ്റെ കുടുംബത്തെ നോക്കിക്കൊണ്ട്, നിൻ്റെ ഹൃദയത്തെ നോക്കിക്കൊണ്ട്, നിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട്, നിൻ്റെ ശിരസിൻ്റെ മുകളിൽ കർത്താവിൻ്റെ നാമത്തെ കുറിച്ച് വരക്കുന്നു. നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പം കാണുന്ന എല്ലാ ഇരുട്ടുകളും, എല്ലാ തകർച്ചകളും, എല്ലാ മരവിപ്പുകളും, മഞ്ഞ് എങ്ങനെയാണ് കാറ്റിൽ തുരത്തപ്പെടുന്ന പോലെ അതുപോലെ തുരത്തപ്പെടുകയും നീ ദൈവത്തിലേക്ക് സന്തോഷിക്കുകയും കർത്താവിൽ ആനന്ദിക്കുകയും ചെയ്യുന്ന കാലമായി അടുത്ത് വന്നിരിക്കുന്നത്. എൻ്റെ കർത്താവിനുമായി